ഇപ്പോൾ നമ്മൾ നേരത്തെ രമേശ് പിഷാരടിക്ക് വേണ്ടി പോസ്റ്റർ വെച്ച കാര്യമൊക്കെയാണ് ഷിനോജ് കോട്ടയത്ത് നിന്ന് പറഞ്ഞത്. രമേശ് പിഷാരടി എതിരാളിയാണ് ഗോകുലിനൊപ്പം ഉള്ളത്. അദ്ദേഹം എന്ത് പറയുന്നു? പ്രതീക്ഷയിലാണ് പാലക്കാടും പാലക്കാട് ജില്ലയിലെ മുന്നണികളൊക്കെ തന്നെയുള്ളത്. എന്നോടൊപ്പം പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ LDF സ്ഥാനാർത്ഥിയായ NMR റസാഖ് ചേരുന്നുണ്ട്. ഇനി 24 മണിക്കൂറില്ല പെട്ടി പൊട്ടിക്കാനും ഫലം അറിയാനും. അപ്പൊ എന്താണ് പ്രതീക്ഷകൾ, അവസാനവട്ട പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വലിയ വിജയപ്രതീക്ഷയാണ്. നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതൊക്കെ മേഖലകളിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? മുൻകാലങ്ങളിൽ MLA തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് കിട്ടി ആ മേഖലയിൽ നിന്നൊക്കെ നമുക്കും കിട്ടും. കണ്ണാടിയും മാത്തൂരൊക്കെ ഒപ്പം നിൽക്കുമോ? അങ്ങനെയാണ്. അല്ല, എല്ലാ ഭാഗവും സമഗ്രമായിട്ടുള്ള ഒരു വോട്ട് കിട്ടിയാലല്ലേ നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ളൂ. എല്ലാ പഞ്ചായത്തിൽ നിന്ന് നഗരസഭയിൽ നിന്നൊക്കെ അതിൻ്റെ ഇത് കിട്ടും. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരുപാട് വിവാദങ്ങളൊന്നൊരു മണ്ഡലം കൂടിയാണ്. ആ വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്? വിവാദങ്ങൾ ഉണ്ടാക്കിയവർക്ക് ദോഷം ചെയ്യും, വിവാദങ്ങൾ ഉണ്ടാക്കാത്തവർക്ക് ഗുണം ചെയ്യും. ഇതിപ്പോ ശോഭാ സുരേന്ദ്രന്റെ ഒക്കെ അടക്കം പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അതിലൊക്കെ പ്രതികരിച്ച ഒരാൾ കൂടിയാണ് അങ്ങ്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഇപ്പോഴും കാണുന്നത്? അത് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിന്റെയൊക്കെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്? അത് പാർട്ടി നിയമ നടപടിയൊക്കെ പാർട്ടി തീരുമാനിക്കായിരിക്കും. ഈ ജനാധിപത്യത്തിന് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല കേരളത്തിൽ. അതൊരു ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ. അത് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ശേഷം കണ്ട പല പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വരുന്ന പ്രതികരണങ്ങളിൽ നല്ല രീതിയിൽ അതിനുള്ള എതിരായിട്ടുള്ള രോഷം പ്രകടമായിട്ടുണ്ട്. ഈ പുറത്തു വന്ന ചില വാർത്തകളെ പാലക്കാട് മണ്ഡലത്തിലെ വിജയ സാധ്യത കുറവാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പാർട്ടിയുടെ മാത്രം ഒരു വോട്ട് മാത്രം കണക്കാക്കിയിട്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ. പിന്നീട് പാർട്ടി നടത്തിയ അന്വേഷണങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു വിജയം കിട്ടുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി പിന്നീട് മനസ്സിലായി. പിന്നെ പുറത്തു വന്ന വാർത്ത പാർട്ടി അങ്ങനെ കൊടുത്തതായിട്ടില്ല. രഹസ്യമായിട്ട് പാർട്ടി പറഞ്ഞ കാര്യങ്ങളായിരിക്കും. അത് പത്രക്കാരെന്ന് എങ്ങനെ അറിഞ്ഞുവെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് പാർട്ടി അതിന് ശേഷം ഇങ്ങനെയൊരു വാർത്ത വന്നതിന് ശേഷം പിന്നെ നടത്തുന്ന ദിവസങ്ങൾ അന്വേഷണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം. വ്യക്തിപ്രഭാവം ഇവിടെ ഗുണം ചെയ്യും. അങ്ങനെയല്ല നമ്മൾ പോയി വോട്ടർമാരെ കാണുന്ന രീതിയും അല്ലെങ്കിൽ വോട്ടർമാർ നമ്മളോട് പറയുന്ന രീതികളൊക്കെ പിന്നീട് നമ്മൾ വിലയിരുത്തുമല്ലോ. ആ വിലയിരുത്തലിൽ നല്ല രീതിക്കുള്ളൊരു വോട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ്. ദിവിഷ്, NMR റസാഖ് ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി അധികം സമയമില്ല വോട്ടെണ്ണി തുടങ്ങാൻ. നാളെ ഈ നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ വോട്ടെണ്ണി പാലക്കാട്ടേക്ക് ലീഡ് നിലകൾ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങും. ഏതായാലും അദ്ദേഹം അത് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഫലം എന്നറിയാൻ. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം. ശരി.